ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ക്ലിപ്പ് ബോർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു DIY സെറ്റപ്പാണ് നമ്മുടെ മൊബൈൽ സ്റ്റാൻഡിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. സോ ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പോർട്രേറ്റ് ഡ്രോയിങ്സ് അല്ലെങ്കിൽ ആർട്ട് വർക്ക് അല്ലെങ്കിൽ DIY ചെയ്യുന്ന ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ നല്ല ടീച്ചിങ് ആയുള്ള കാര്യങ്ങളെ ബന്ധപ്പെട്ടായാലും ഇങ്ങനത്തെ ഒരു ഓവർഹെഡ് വ്യൂ നമ്മുടെ വ്യൂവേഴ്സിന് ഭയങ്കരമായിട്ട് ഉപയോഗമുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾക്ക് സബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂ തന്നെയാണ്. അതുപോലെ തന്നെ നല്ലൊരു ഷോട്ട് തന്നെയാണ് നമുക്ക് കിട്ടുകയും ചെയ്യാം. നമ്മൾ നോക്കുന്ന വ്യൂ എങ്ങനെയാണോ അത് നമുക്ക് ആ വ്യൂവേഴ്സിനും കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ വ്യൂവിലേക്ക് അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം, ആ വ്യൂ എങ്ങനെ കിട്ടാം എന്നുള്ള കാര്യത്തിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലേക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ അലോ ആക്ടിവേറ്റ് ചെയ്ത് തരാം. അതെന്തുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും നല്ല നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്, നല്ല സപ്പോർട്ടും കിട്ടുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ കുറവാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവുകയാണ് ആൾക്കാർ. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൽ അപ്ഡേറ്റ് ആയിട്ട് തന്നെ കിട്ടും ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ എന്ന ഓപ്ഷനുകൾ ആക്ടിവേറ്റ് ചെയ്ത് കിട്ടും. വീഡിയോയിലേക്ക് പോകാനായിട്ടും തൊട്ട് മുമ്പ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി തൊട്ടുള്ള എല്ലാ വീഡിയോസിലും നമ്മുടെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒരു ഷോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോസിൽ. നമ്മൾ എടുത്തുള്ള ഇവിടെ PVC പേപ്പറാണ്, കണ്ട പോലെ അറിയാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സൈസിലാണ് ഞാൻ മൊത്തം കട്ട് ചെയ്ത് വെച്ചുള്ളത്. കുറച്ചുകൂടി സ്പീഡാക്കാനാണ് വീഡിയോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ 45 സെൻറ്റിമീറ്ററിലാണ് ഞാൻ ഇത് എടുത്തുള്ളത്. 45 സെൻറ്റിമീറ്റർ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 30 സെൻറ്റിമീറ്റർ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ആൻഡ് 3.5 സെൻറ്റിമീറ്ററിൻ്റെ രണ്ടെണ്ണം, 3 സെൻറ്റിമീറ്റർ രണ്ടെണ്ണം, പിന്നെ ഒരു 2 സെൻറ്റിമീറ്റർ കുഞ്ഞൊരു പീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസുകൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ രണ്ട് കഷ്ണം വരുന്നത് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സിലാവും. പക്ഷേ ഈ രണ്ടെണ്ണം വരുന്നത് സെയിം സൈഡിലേക്കാണ് വരുന്നത്, ഇതിലത്തെ ഓരോരോ പെയർ. ബട്ട് ഡിഫറെൻറ്റ് സൈസിങ് വരുന്നുണ്ട്. അത് ഞാൻ എന്തുകൊണ്ടാണെന്നുള്ളത് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. പൈപ്പ് നമ്മൾ പറഞ്ഞു, അതുപോലൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. നമുക്കിവിടെ ജോയിൻറ്റ്സ് ആവശ്യമുണ്ട്. സോ 3 ടീ ജോയിൻറ്റ്സ് ആവശ്യമുണ്ട്, 2 എൽബോ ജോയിൻറ്റ്സ്, ഒരു ക്യാപ്പ് ആവശ്യമുണ്ട്, പിന്നെ ഒരു 1/3 നട്ടാണ് നമുക്ക് ആവശ്യം. ഇത് നിങ്ങൾക്ക് സാധാ ഇപ്പോൾ ബെയറിങ്സ് അതുപോലെ തന്നെ ഈ നട്ട് ബോൾട്ടൊക്കെ ആണെങ്കിൽ കടയിൽ പോയിട്ട് പറഞ്ഞാൽ കിട്ടുന്നതാണ്. 30 mm ഒരു 1/3 നട്ടാണ്. ഇത് യൂസ് ചെയ്യണത് നമ്മുടെ ഫോൺ ഹോൾഡർ ക്യാപ്ചർ ചെയ്യാനാണ്. അപ്പോൾ ഫോൺ ഹോൾഡർ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇത് മൗണ്ട് ചെയ്യാൻ സിമ്പിളാണ് ഫോൺ ഹോൾഡറിൻ്റെ ആ ഒരു ക്ലാമ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ എല്ലാം എടുത്തിട്ടുള്ള ജോയിൻസും ക്യാപ്പൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ പൈപ്പിൻ്റെ സൈസിലുള്ളതാണ്, PVC പൈപ്പ് സൈസിലുള്ളതാണ്. അപ്പം നിങ്ങളുടെ പ്രയോറിറ്റി പോലത്തെ സൈസ്, നിങ്ങളുടെ കിട്ടുന്ന സൈസ് അല്ലെങ്കിൽ വീട്ടിലുള്ള പൈപ്പിൻ്റെ സൈസിലുള്ള ജോയിൻസാണ് നിങ്ങൾ എടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. ബട്ട് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫോണിൻ്റെ വെയിറ്റൊക്കെ ഉള്ള ഫോൺ ഉണ്ടാവും, ചിലരുടെ വെയിറ്റ്ലെസ് ഒക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ എയറിലാണ് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. സോ ഒരു വെയിറ്റ് ബാലൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വീഴാം. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൈപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസ് 1 എന്നുള്ള സൈസ് സ്റ്റാൻഡേർഡായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സൈസ് കൂടുതൽ പോയാൽ പ്രോബ്ലം ഒന്നുമല്ല, ബട്ട് ഭയങ്കര ബൾക്കി ആയിരിക്കും നിങ്ങളുടെ ഈ റിഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 ഇഞ്ചിന് എടുത്തുള്ളത്. സൈസ് കൂട്ടാം, സൈസ് കുറയ്ക്കാം. ബട്ട് സൈസ് കുറച്ചാൽ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് ഒരു പ്രോബ്ലം വരും. സൈസ് കൂട്ടിയാൽ ബൾക്കിയാവും. അതുകൊണ്ടാണ് ഞാൻ 1 എടുത്തിട്ടുള്ളത്. സോ ഗൈസ്, ഞാനിപ്പോൾ ഇതെടുത്തിട്ടുള്ളത് ഇപ്പോൾ ബോൾ ഹെഡറുള്ള ഹോൾഡറാണ്. ഇപ്പോൾ ബോൾ ഹെഡർ ഇല്ലാത്ത ഹോൾഡറാവും ചിലരുടെയിലൊക്കെ ഉണ്ടാവുക, നമ്മുടെ ട്രൈപോഡിലൊക്കെ വേറെ ഉണ്ടാവും. അപ്പം ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങണമെങ്കിൽ വാങ്ങാം, അധികം റേറ്റ് ഒന്നും ആവില്ല. അല്ലെങ്കിൽ തന്നെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആ ഒരു സെറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഈ ടീ ജോയിൻസ് ഒന്നും നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ച് വെക്കുന്നില്ല, മൂവബിളാണ്. നമുക്ക് ആവശ്യമുള്ള കാലത്ത് ടിൽറ്റ് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ടിൽറ്റ് ചെയ്യുമെങ്കിലും എനിക്ക് എന്തായാലും കുറച്ചുകൂടി ആംഗിൾസ് ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബോൾ ഹെഡ് യൂസ് ചെയ്യുന്നത്. ബോൾ ഹെഡ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു സജഷൻ. ബാക്കിയുള്ളവർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാ ഈ ഒരു ഹോൾഡർ ആയാലും കുഴപ്പമില്ല. സോ ഗൈസ്, നമ്മുടെ സോൾഡർ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സോൾഡറിങ് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഡൈക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതൊരു ഞാൻ എന്തായാലും ഇപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഒരു ഹിൽ ഗ്രൂ എന്ന ബ്രാൻഡിനാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ അടിയിൽ കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഹോൾ ഒരുവിധം സെറ്റായിട്ടുണ്ട്. നമ്മളൊരു പാകളൊരു ഹോളാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രൂ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കടത്തി നോക്കാം. കടക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ നമുക്കൊരു ഹോൾ ഉണ്ടാക്കേണ്ടി വരും. സോ നമുക്ക് ടൈറ്റ് ആയിട്ട് തന്നെയാണ് വേണ്ടത്. നിങ്ങളത് ഓവറായിട്ട് ഹോൾ ചെയ്ത് കഴിഞ്ഞാൽ ലൂസാവും. സോ ടൈറ്റ് ആയിട്ട് തന്നെയാണ് വേണ്ടത്. സോ സ്ട്രെയിറ്റ് ആക്കി
നമുക്ക് ഇതിൽ ആവശ്യമുള്ളൂ നമ്മുടെ ഇതിൽ കയറാൻ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ആവശ്യമില്ല. ബട്ട് നമുക്ക് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാം, അടിയിൽ നട്ട് വെച്ച് ടൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉരുക്കിയ കാരണം നമുക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണ്, അതുകൊണ്ട് ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. സെൻറ്ററിൽ എടുക്കുകയാണെങ്കിൽ സെൻറ്ററിൽ വെച്ച് ഡോട്ട് ഇട്ട് നിങ്ങൾക്ക് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്ററിൽ നല്ലൊരു ഇതൊരു സെക്ഷനായി കിട്ടും. സോ നിങ്ങൾക്കിപ്പോൾ കാണാൻ കണ്ടോ, കറക്റ്റ് ഒരു സെക്ഷൻ മാത്രമാണ് പുറത്ത് പോകുന്നുള്ളത്. ഇവിടെ നമ്മുടെ ഹോൾഡർ സ്ക്രൂ അപ്പ് ആവും, ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതിൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പീസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കാം. സോ കണ്ടോ, ഇത്ര ഒരു ഭാഗമാണ് വരുന്നത്. ഇത് നമ്മുടെ ടീ ജോയിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കി ഇതെല്ലാം ഒരുമിച്ച് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അവിടെ ഗ്ലൂ ഗണ്ണൊന്ന് ടൈറ്റിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഗൈസ്, നമ്മളെ ഫിറ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടികളാണ്. ജസ്റ്റ് കുറച്ച് ആൾ മൈൻഡിൽ വെച്ചാൽ മതി. ഈ ലെഗ് വരുന്നത്, അതായത് ഏറ്റവും കൂടുതൽ ലെങ്ത്തുള്ള പീസാണ് 2 ലെഗായിട്ട് വരിക. ഷോർട്ട് പീസസ് ഇതിൻ്റെ മെയിൻ ലെങ്ത് ആയിട്ട് വരും. ആൻഡ് ഇതൊക്കെ കണക്ഷൻസിലാണ് വരിക. സോ നമുക്ക് കണക്ഷനിലേക്ക് കിടക്കാം. സോ നമ്മുടെ 2 ലെങ്ത്ത് കണക്ട് ചെയ്യുന്നത് ടീ ജോയിൻ്റ് വെച്ചിട്ടാണ്. ഈ ടീ ജോയിൻ്റ് ഈ ഓപ്പണിങ്ങിലൂടെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ കണക്ട് ചെയ്യുക. ആൻഡ് നമ്മുടെ ഫേസിന് രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ ഭാഗം അടിയിലേക്കല്ല വരേണ്ടത്, നമ്മൾ ഫേസ് ചെയ്തിട്ടാണ് വേണ്ടത്. എന്നാലാണ് നമുക്ക് മൊബൈൽ ഫോൺ കണക്ട് ചെയ്തിട്ട് ഒരു അപ്രൈറ്റ് പൊസിഷനിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ലെഗ് പൊസിഷനിലേക്ക് നമ്മുടെ എൽബോ ജോയിൻറ്റും ടീ ജോയിൻറ്റും കണക്കുക. ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ പൊസിഷനിലേക്ക് അല്ലാണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് പൊസിഷനിലേക്കാണ് ഇതിൻ്റെ ടീ ജോയിൻ്റെ ഫേസിങ് വരേണ്ടത്. സോ ഇങ്ങനെയാണ് ഒരു ഷേപ്പ് വരേണ്ടത്. അപ്പോൾ മറ്റേ പീസ് നമുക്ക് അതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വന്നു നമ്മുടെ ലെഗ് പൊസിഷൻസ് ഇങ്ങനെയാണ് വരുന്നത്. കാണിച്ച കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ലെഗ് പൊസിഷൻസ് വരുന്നു. ഇതിൽ ഇനി ഈ ഒരു സെക്ഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിലേക്ക് നമ്മുടെ ലെഗ് പൊസിഷനിൽ ഒരു സൈഡിലേക്ക് മെയിൻ ലെങ്ത് ആയി 3.5 ലെങ്ത്തുള്ള പൈപ്പും മറ്റേ പൊസിഷനിലേക്ക് 3 സെൻറ്റിമീറ്ററിൻ്റെ ആണ് കൊടുക്കേണ്ടത്. അതെന്തിനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ പൊസിഷൻ വരേണ്ടത് ഈ 3.5 പൊസിഷനിലേക്കാണ്. അപ്പോൾ ഈ ഒരു വെയിറ്റ് ബാലൻസ് ഈക്വൽ ആയിരിക്കും. ക്യാമറയുടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയുടെ വെയിറ്റ് കാരണം ജസ്റ്റ് ഒരു ഫ്രണ്ടിലേക്ക് ഒരു യോയിങ് ഉണ്ടാവും. ആ യോയിങ് ആക്ഷൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെങ്ത്ത് കൂട്ടി വയ്ക്കുന്നത്. ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ ലെങ്ത്ത് ഇതിനായിട്ട് കൂടുതലേക്ക് കൂട്ടാം. ഞാൻ ജസ്റ്റ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഒരു 180 മീറ്റേഴ്സാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. 180 മീറ്റേഴ്സ് 178 മീറ്റേഴ്സൊക്കെയാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മീറ്റർ ലെങ്ത്തിലുകൊണ്ടാണ് ഞാൻ ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടണമെങ്കിൽ കൂട്ടാൻ കുറച്ച് നല്ല സ്ട്രെങ്ത്തുള്ള ബേസ് ആയിരിക്കും. ആൻഡ് അതുകൂടാതെ നമുക്ക് ഇനി നമ്മുടെ സെൻറ്റർ പൊസിഷൻസ് കണക്ട് ചെയ്യണം. സെൻറ്റർ പൊസിഷൻസ് ഈ എൽബോയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മതി. നോക്കേണ്ട കാര്യം ഇത് നമ്മളെ ഫേസ് ചെയ്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സൈഡ് നമുക്ക് അതുപോലെ സെറ്റ് ചെയ്യാം. സോ നമ്മുടെ ലാസ്റ്റ് പൊസിഷൻ ഇങ്ങനെയാണ് വരിക. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ക്യാമറയുടെ ഹോൾഡർ, അതായത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം പാർട്ട് നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്യാം. റിഗ് ഇങ്ങനെയാവും ടോട്ടൽ വ്യൂ വരിക. നിങ്ങൾക്ക് കാണാം, ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ വ്യൂ വരിക. ഒരു അപ്രൈറ്റ് പൊസിഷനിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പൊസിഷനിൽ നോക്കിയാൽ നമുക്ക് അപ്രൈറ്റ് വ്യൂ ആണ് വരിക. ഈ സെക്ഷനിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഗൈസ്, നമ്മളിത് പറയുന്നത് നമ്മളൊരു ടെസ്റ്റ് ഷോട്ടാണ്. നമ്മുടെ ഇപ്പം ഉണ്ടാക്കിയ റിഗിൻ്റെ ഓവർ ഹെഡ് റിഗിൻ്റെ നമ്മൾ ടെസ്റ്റ് ഷോട്ടാണ്. ഇങ്ങനത്തെ ഒരു അപ്രൈറ്റ് വ്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ലൈക്ക് സ്റ്റോർ റൈറ്റിംഗ് എന്തെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ഒരു ടേബിളും വെച്ച് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഷൂട്ടുകളൊക്കെ ഇതും വെച്ച്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈവൺ നമുക്ക് പാർട്സ് ആയിട്ട് നീക്കി വയ്ക്കുകയും ചെയ്യാം. നമുക്ക് സ്പേസ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യുകയും ചെയ്യാം ഓരോരോ നമ്മുടെ ആവശ്യങ്ങളനുസരിച്ചിട്ട്. ബിക്കോസ് നമ്മൾ 2 ലെഗ് കൊടുത്തിട്ടുള്ളൂ, അതായത് മുകളിലത്തെ ലെഗും ഇതൊക്കെ ഡിഫറെൻറ്റ് സൈസാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെറ്റപ്പ് ഒക്കെ ചെയ്യാം. വീഡിയോയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും, പിന്നെ ചെറിയ വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എനിവേ ഗായ്സ്, നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാൻ സമയമായി. ഇപ്പോൾ അതിന് അത്യാവശ്യം 7-8 മിനിറ്റ് തന്നെ ആയിട്ടുണ്ട്. സോ എനിവേ ബൈ. ബിഫോർ ലീവിങ് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.